മക്കളെ നമുക്ക് ഇനി അതിൽ പഠിക്കാനുള്ളത് അൺചേഞ്ചിങ് സമ്മ് അഥവാ മാറാത്ത തുക എന്നുള്ള സംഭവമാണ്. അൺചേഞ്ചിങ് എന്ന് പറഞ്ഞാൽ മാറാത്തത് അല്ലേ, മാറാത്ത തുക എന്ന് പറയുന്നത്. മാറുന്ന തുകകൾ ഇതിനു മുമ്പ് നമ്മൾ കുറച്ച് തുകകൾ പഠിച്ചു. അത് നമ്മൾ പറയുന്നത് ഇന്നർ ആംഗിൾ എന്ന് പറയും, അല്ലെങ്കിൽ കോണുകളുടെ തുക എന്ന് മാത്രം പറയും. അങ്ങനെ കോണുകളുടെ തുക എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള കോണ് ആണ് അല്ലേ, ഉള്ളിലുള്ള കോണ് എന്നാണ് അവർ അർത്ഥാക്കുന്നത്. ഏതൊക്കെയാണ് ഇതിൽ ഉള്ളിലുള്ള കോണെന്ന് പറയുന്നത്? ഇപ്പോൾ ഞാൻ ആദ്യം ഒരു ത്രികോണം വരച്ചിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ ആ ത്രികോണത്തിൻ്റെ ഉള്ളിലുള്ള കോണെന്ന് പറയുമ്പോൾ 1 2 3, ഈ 3 കോണും കൂട്ടിയാൽ അതിന് നമ്മൾ തുക എന്ന് പറയാം. ഉള്ളിലുള്ള കോണ് അല്ലെങ്കിൽ ഇന്നർ ആംഗിൾ എന്ന് പറയും. ഈ ഇന്നർ ആംഗിളിൻ്റെ സം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 180. ത്രികോണത്തിൻ്റെ 180 നമ്മൾ പഠിച്ചു. ഇതൊക്കെ നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കുന്നത് വളരെ നന്നായിരിക്കും. ത്രികോണത്തിൻ്റെ കോണുകളുടെ തുക, കോണുകൾ എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള കോണാണ് കേട്ടോ, അങ്ങനെ പറയാം. വെറും കോണുകൾ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വെറും ആംഗിൾ എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള കോണിനെയാണ് സൂചിപ്പിക്കുന്നത്, അതായത് ഇന്നർ ആംഗിളിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ഈ ഉള്ളിലുള്ള കോണിൻ്റെ ഉള്ളിലുള്ള കോണിൻ്റെ തുക എന്ന് പറയുന്നത് 180. അതുപോലെ രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ക്വാഡ്രിലാറ്ററൽ, ഇതൊരു ചതുർഭുജമാണ്. ഇതിന് 4 കോണുകളുണ്ട് അല്ലേ. കോണുകൾ എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള കോണ്, ഓക്കെ ആണല്ലോ. ആ 4 കോണുകൾ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 360. അതുപോലെ തന്നെ ഇവിടെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നൊരു പെൻറ്റഗൺ ആണ് അല്ലേ, പഞ്ചഭുജം എന്ന് പറയുന്നത്. 5 വശങ്ങളുള്ള ഒരു പഞ്ചഭുജമാണ്. അതിന് അതുപോലെ തന്നെ 5 കോണുകളാണ്, 5 ആംഗിൾസ് ആണുള്ളത്. ആ 5 ആംഗിളും കൂട്ടിക്കഴിഞ്ഞാൽ 540 കിട്ടുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചു. ഇനി ഇതിൻ്റെ പുറം കോണുകൾ, അൺചേഞ്ചിങ് സം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് മാറാത്ത തുക എന്ന് പറയും. ഇതൊക്കെ മാറുന്നുണ്ട് അല്ലേ. അപ്പോൾ ഉള്ളിലുള്ള കോണിൻ്റെ തുക എന്ന് പറയുന്നത് മാറുന്നുണ്ട്. 180, 360, 540. അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, ഒരു വശം കൂടുമ്പോൾ കോണുകളുടെ തുകയിൽ 180 കൂടുന്നു, 180 കൂടുന്നു അല്ലേ. ഇപ്പോൾ ഇത് 3 വശമാണ്, അത് 180. 4 വശമാകുമ്പോൾ 180 കൂടിയിട്ട് എത്രയായി? 360 എന്നൊക്കെ നമ്മൾ പറഞ്ഞു, ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ പറയുന്നത് അതിൻ്റെ പുറം കോണുകളുടെ തുക, അതായത് ഔട്ടർ ആംഗിളുടെ സം എന്ന് പറയുന്നത്. ആദ്യത്തെ ഭാഗത്ത് 3 ഉള്ളിലുള്ള കോണുണ്ടെങ്കിൽ അതേപോലെ തന്നെ 3 പുറം കോണുണ്ടാവും. ഏതൊക്കെയാണ്? ഒന്ന് ഇത് കണ്ടോ, ഇത്, അതുപോലെ ഇത്, അങ്ങനെ 3 പുറം കോണുണ്ട്. ഈ 3 പുറം കോണുകളുടെ തുക എന്ന് പറയുന്നത് എന്തായിരിക്കും? 360 ആയിരിക്കും. എത്രയായിരിക്കും? 360 ആയിരിക്കും. അത് നിങ്ങൾ ആ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്? പുറം കോണും അകക്കോണും, അതായത് ഉള്ളിലുള്ളതും പുറത്തുള്ളതുമായ കോണുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ആ കോണുകളൊക്കെ ഒന്ന് കൂട്ടി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഉത്തരം കിട്ടുന്നത് 360. അപ്പോൾ ഈ 3 പുറം കോണുകളുടെ തുക എന്ന് പറയുന്നത് എന്തായിരിക്കും? 360 ആയിരിക്കും. ഓക്കെ. അടുത്തത് ഇവിടെ നമ്മൾ പറഞ്ഞ ചതുർഭുജം എന്ന് പറയുന്ന ക്വാഡ്രിലാറ്റർ. ഇതിലും ഇതേപോലെ തന്നെ 4 പുറം കോണുകളുണ്ട് അല്ലേ. 4 അകക്കോണുണ്ടെങ്കിൽ അതുപോലെ 4 പുറം കോണുണ്ടായിരിക്കും. അപ്പോൾ ഈ 4 പുറം കോണുകളുടെ തുകയും എന്ത് തന്നെ ആയിരിക്കും? 360 ആയിരിക്കും. അത് നിങ്ങൾ ആ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ചിത്രം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ, കൂട്ടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെയുള്ള കോണുകളൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ച ചോദ്യം ഉണ്ടാവുമല്ലോ അല്ലേ. അതൊന്ന് കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും അതിൻ്റെ കോണുകളുടെ തുക, അതായത് പുറം കോണുകളുടെ തുക എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ്? 360. അപ്പോൾ ചതുർഭുജത്തിൻ്റെയും എന്ത് തന്നെയാണ്? 360. ഇനി നിങ്ങൾ അടുത്തത് പരിശോധിക്കുകയാണെങ്കിലും ഇതുപോലെ തന്നെ പുറം കോണുകളുടെ തുക എന്ന് പറയുന്നത് എത്ര ആയിട്ട് കിട്ടുന്നു? 360 തുകയാണ് കേട്ടോ, ഒരു കോണല്ല പറയുന്നത്. ആ 5 കോൺ, ഇപ്പോൾ ഇവിടെ 5 ഉണ്ട്, ആ 5 കോണും കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടുന്നു എന്ന് പറയുന്നത്? 360 കിട്ടുന്നു എന്ന് പറയുന്നത്. അകക്കോണിലാണ് മാറ്റമുള്ളത്. അകക്കോണ് 180, 360, 540 എന്ന് പറയുന്ന രീതിയിൽ പോകും. പക്ഷേ പുറംകോണ് മാറാതെ നിൽക്കുന്നു, അതായത് എല്ലാത്തിൻ്റെയും പുറംകോണുകളുടെ തുക എന്ന് പറയുന്നത് എന്തായിരിക്കും? 360 ആയിരിക്കും. അപ്പോൾ അത് വശങ്ങളുടെ എണ്ണത്തിലും ഒന്നും അതിനൊരു റോളും ഇല്ല, എന്ന് പറഞ്ഞാൽ അതിനൊരു ഇതുമില്ല. അപ്പോൾ ഇവിടെ എല്ലാ പുറംകോണുകളുടെ തുക എന്ന് പറയുന്നത് എത്രയായിരിക്കും? 360 ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാം പൊതുവായിട്ട്? ദ സം ഓഫ് ദ ഔട്ടർ ആംഗിൾസ് ഓഫ് എനി പോളിഗൺ ഈസ് 360. ഏതൊരു ബഹുഭുജത്തിൻ്റെയും പുറം കോണുകളുടെ തുക എന്ന് പറയുന്നത്, പുറത്തുള്ള കോണുകളുടെ തുക എന്ന് പറയുന്നത് എന്തായിരിക്കും? 360 ആയിരിക്കും. അപ്പോൾ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുക, 100 വശങ്ങളുള്ള ഒരു ബഹുഭുജം ഉണ്ട്, നമുക്ക് വരക്കാൻ വളരെ ബുദ്ധിമുട്ടാവും അല്ലേ. പോളിഗൺ വിത്ത് 100 സൈഡ്, 100 സൈഡിലുള്ള 100 സൈഡിലുള്ള അതിൻ്റെ കോണുകളുടെ തുക കാണാം. കോണുകൾ എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള കോണാണ് അല്ലേ, അതായത് ഇന്നർ ആംഗിൾ. അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുക?
n-2 ഇൻറ്റു 180 എന്നിട്ട് എന്നിൻ്റെ സ്ഥാനത്ത് 100 കൊടുത്ത് ചെയ്യുകയാണ് ചെയ്യുക അല്ലേ. പക്ഷെ നിങ്ങളോട് നേരെ ആ ചോദ്യം ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്. 100 സൈഡുള്ള 100 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിൻ്റെ പുറം കോണുകളുടെ തുക എന്താണ്? സം ഓഫ് ഔട്ടർ ആംഗിൾസ് എന്താണ്? പുറം കോണുകളുടെ തുക എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇക്വേഷൻ ഒന്നും ഉപയോഗിക്കണ്ട. എന്ത് പറഞ്ഞാൽ മതി? 360 എന്ന് പറഞ്ഞാൽ മതി. കാരണം ഏതൊരു ബഹുഭുജം വശങ്ങൾ എത്ര ആയിക്കോട്ടെ, 100 ആയിക്കോട്ടെ, 1000 ആയിക്കോട്ടെ, 1,00,000 ആയിക്കോട്ടെ, പക്ഷേ പുറം കോണുകളുടെ തുക എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? 360 ആയിരിക്കും. ഓക്കെ, ഐഡിയ കിട്ടിയല്ലോ. ഇനി നമുക്കതിൽ ഒരു ചോദ്യത്തിലേക്ക് പോകാം. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് വരച്ച് അതുപോലെ തന്നെ ഈ ഒരു ഇത് എഴുതി ബോക്സിലാക്കി വെക്കുക. ഇനി അതിൽ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നമുക്കൊന്ന് നോക്കാം. ഓൾ ആംഗിൾസ് ഇൻ ആൻ 18 സൈഡഡ് പോളിഗൺ. അതായത് 18 വശങ്ങളുള്ള ഒരു പോളിഗൺ അല്ലേ, ഒരു ബഹുഭുജമുണ്ട്, ആർ ഈക്വൽ. അതിൻ്റെ ആംഗിൾ എന്താണ്? തുല്യമാണ്. ആംഗിൾസ് തുല്യമാണെന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ആംഗിൾസ് എന്ന് പറയുമ്പോൾ എന്ത് ആംഗിളാണ്? ഉള്ളിലുള്ള ആംഗിളാണ്. ഉള്ളിലുള്ള കോണ് തുല്യമാണെങ്കിൽ പുറത്തുള്ള കോണ് എന്തായിരിക്കും? തുല്യമായിരിക്കും എന്ന് മനസ്സിലാക്കുക. കിട്ടിയോ? അതായത് ഉള്ളിലുള്ള ഓരോ കോണും തുല്യമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറത്തുള്ള കോണുകളൊക്കെ എന്തായിരിക്കും? തുല്യമായിരിക്കും. ഓക്കെ, ഹൗ മച്ച് ഈസ് ഈച്ച് ഔട്ടർ ആംഗിൾസ്? എങ്കിൽ ഓരോ പുറം കോണും എത്ര ഡിഗ്രിയാണെന്നാണ് ചോദ്യം. 18 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിൻ്റെ കോണുകളെല്ലാം തുല്യമാണ്. ഓരോ പുറം കോണുകൾ എത്ര വീതമായിരിക്കും? വളരെ എളുപ്പമാണ്. ഇപ്പോൾ ഈ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ 4 കോണ് അല്ലേ, 4 പുറം കോണ്, 1, 2, 3, 4 പുറം കോണും തുല്യമാണെന്ന് വിചാരിക്കുക. എങ്കിൽ ഒരു കോൺ എത്ര കാര്യം വരിക? അതിൻ്റെ തുക എന്ന് പറയുന്നത് 360 അല്ലേ. 360 എന്തുകൊണ്ട് ഹരിച്ചാൽ മതി? 4 കൊണ്ട് ഹരിച്ചാൽ പോരെ അല്ലേ? വളരെ എളുപ്പമല്ലേ അത് അല്ലേ. ഇപ്പോൾ ഇതിൽ 5 പുറം കോൺ, 1, 2, 3, 4, 5. ഈ 5 പുറം കോണുകളും തുല്യമാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരെണ്ണം കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക? 5ഉം കൂട്ടിയതിനെ എന്തുകൊണ്ട് ഹരിച്ചാൽ മതി? 5 കൊണ്ട് ഹരിച്ചാൽ മതി അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഇവിടെയും ചെയ്തൂടെ? എന്താ ചെയ്യുന്നത്? സം ഓഫ് ഔട്ടർ ആംഗിൾ, പുറം കോണുകളുടെ തുക എന്ന് പറയുന്നത് എത്രയാണ്? 360. ഏറ്റവും നല്ലത് ഈ പുറം കോണുകളുടെ തുക എടുക്കാനാണ്. കാരണം എന്താ പറയുക, നമുക്ക് 360 ആണെന്ന് അറിയാം അല്ലേ. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അകക്കോണുകളുടെ തുകയും കണ്ടുപിടിക്കാം. പക്ഷേ അകക്കോണുകളുടെ തുക കണ്ടുപിടിക്കാൻ നമ്മൾ ആ ഇക്വേഷൻ ഉപയോഗിക്കണം. n-2 ഇൻറ്റു 180. n എന്ന് പറഞ്ഞാൽ എത്രയുണ്ട്? 18. 18 - 2 ഇൻറ്റു 180 ചെയ്യണം. ഇപ്പോൾ 16 ഇൻറ്റു 180. ഇപ്പോൾ ഇത് രണ്ടും ഗുണിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഉത്തരം ഉള്ളിലുള്ള കോണിൻ്റെ തുക കിട്ടും. ആ തുകയെ എന്തുകൊണ്ട് ഹരിച്ചാലും മതി? 18 കൊണ്ട് ഹരിച്ചാലും മതി. 18 എന്ന് പറഞ്ഞാൽ വശങ്ങളുടെ എണ്ണമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇത് ഉള്ളിലുള്ള കോണാണ്. ഈ ഉള്ളിലുള്ള കോണിൻ്റെ തുകയെ വശങ്ങളുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ എന്ത് കിട്ടും? ഉള്ളിലുള്ളൊരു കോണ് കിട്ടും അല്ലേ. ഉള്ളിലുള്ളൊരു കോണെന്ന് പറയുമ്പോൾ ഇവിടെ ഇത് പുറത്തുള്ള കോണാണ് കിട്ടുക. അതെന്തുകൊണ്ടാണ്? നമ്മൾ പുറത്തുള്ള കോണിൻ്റെ തുകയാണിത് അല്ലേ. ഇത് ഈ ഔട്ടർ ആംഗിളിൻ്റെ സമ്മാണ്. ഇതെന്താ? ഇന്നർ ആംഗിളിൻ്റെ സമ്മാണ്. ഔട്ടർ ആംഗിളിൻ്റെ തുകയെ വശങ്ങളുടെ എണ്ണം കൊണ്ട്, നമ്പർ ഓഫ് സൈഡ് കൊണ്ട് ഹരിച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു പുറം കോണ് കിട്ടും. അതുപോലെ തന്നെ ഇത് എന്ന് പറയുന്നത് ഉള്ളിലുള്ള കോണിൻ്റെ തുകയാണ്. ഉള്ളിലുള്ള കോണിൻ്റെ തുകയെ വശങ്ങളുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ ഒരു ഉള്ളിലുള്ള കോണ് കിട്ടും. കിട്ടിയോ? മനസ്സിലായോ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഇവിടെ എന്താ? വശങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് നമ്പർ ഓഫ് സൈഡ് 18. ഒരു പുറം കോണുകളുടെ തുക 360. സം ഓഫ് ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് 360 ആണെന്ന് നമുക്കറിയാം. വശങ്ങളുടെ എണ്ണം നമ്മുടെ ചോദ്യത്തിൽ 18 ആണ്. എങ്കിൽ ഒരു പുറം കോൺ, അതായത് 1 ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് തുക ബൈ, അതായത് സമ്മ് ബൈ നമ്പർ ഓഫ് സൈഡ്, തുക ബൈ എണ്ണം. അപ്പം 360 ഹരിക്കണം 18, ഉത്തരം 20 കിട്ടുന്നു. ഐഡിയ കിട്ടിയോ? അടുത്ത ചോദ്യം. The sides PQ, RS of the quadrilateral shown below are parallel. Compute all inner and outer angle of the quadrilateral. താഴെ തന്നിരിക്കുന്ന ചതുർഭുജത്തിൻ്റെ PQ ആൻഡ് RS അല്ലേ, PQവും RSും എന്താണ്? സമാന്തരമാണ്, പരസ്പരം സമാന്തരമാണ്, പാരലലാണെന്ന് പറയും. ചതുർഭുജത്തിൻ്റെ എല്ലാ പുറംകോണുകളും അകക്കോണുകളും കാണുക. ഇതിൽ എല്ലാ പുറംകോണും അകക്കോണൊക്കെ കാണണം നമ്മൾ. അപ്പോൾ ആദ്യം നമുക്ക് അകക്കോണ് കാണാം അല്ലേ. അകക്കോണ് കാണാൻ ഇവിടെ 2 അകക്കോണ് തന്നിട്ടുണ്ട്.
ഇന്നർ ആംഗിൾ തന്നിട്ടുണ്ട് 110 ഡിഗ്രി 55 ഡിഗ്രി. അപ്പോൾ ബാക്കിയുള്ള ഈ രണ്ടെണ്ണം കൂടി നമ്മൾ എന്ത് ചെയ്യണം, കണ്ടെത്തണം. അതെങ്ങനെ കണ്ടെത്തുക? അതിന് സഹായമായിട്ടാണ് എന്ത് തന്നിട്ടുള്ളത്, SR അതുപോലെ PQ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, സമാന്തരമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ രണ്ട് വരകൾ സമാന്തരമായിട്ട് വരച്ചിട്ടോ. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, SR എന്ന് പറയുന്നതും PQ ആണെന്ന് പറയുന്നത് വിചാരിക്കുക. ഇത് ഞാൻ കുറച്ചുകൂടി നീട്ടി വരച്ചു, ഇതും കുറച്ച് നീട്ടി. ഇവിടെ നമ്മളാ പോയിന്റ് ഞാൻ കുറച്ച് നീട്ടി വരച്ചതാണ് കേട്ടോ. ഓക്കെ, നമ്മൾ 7ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു വര വരുന്നുണ്ട് അല്ലേ, ഇങ്ങനെ രണ്ട് സമാന്തര വരകളെ മറ്റൊരു വര വരക്കുമ്പോൾ അവിടെ ഒരുപാട് കോണുകൾ ഉണ്ടാകുന്നുണ്ട് അല്ലേ. ആ കോണിൻ്റെയൊക്കെ ഒരുപാട് പേരുകളുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. കറസ്പോണ്ടിങ് ആംഗിൾസ്, ആൾട്ടർനേറ്റീവ് ആംഗിൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ. സമാന കോണുകളും അങ്ങനെയുള്ള കോണുകളെ കുറിച്ച് നമ്മൾ 7ാം ക്ലാസ്സിൽ ഒരു ചാപ്റ്റർ തന്നെ പഠിച്ചതാണ്. ഇവിടെ ഇപ്പം നിലവിൽ ഇവിടെ ഈ ഒരു ഭാഗമാണ്, ഇപ്പോൾ അതാ ഈ ഒരു ഭാഗം അതാണ് ഇപ്പോൾ ഞാൻ ഈ വരച്ചിട്ടുള്ളതെന്ന് വിചാരിക്കുക നിങ്ങൾ. ഈ രണ്ട് വരകൾ സമാന്തരമാണ് എങ്കിൽ, പാരലലാണ് എങ്കിൽ മാത്രമുള്ള പ്രത്യേകതയാണ് ഈ രണ്ട് കോണുകൾ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും, 180 കിട്ടും. ഈ രണ്ട് കോണുകൾ കേട്ടോ. അത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ഇന്നർ ആംഗിളിലോ ഔട്ടർ ആംഗിളിലോ ഒന്നും പെട്ട സാധനമൊന്നുമല്ല. അതായത് ഉള്ളിലുള്ള കോണിൻ്റെ തുകയോ പുറം കോണുകളുടെ തുകയുമായി ബന്ധപ്പെട്ട സാധനമൊന്നുമല്ല. നിങ്ങൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സംഭവമാണ്. SR അതുപോലെ PQ സമാന്തരമാണ് എന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള രണ്ട് കോണ് കൂട്ടിയാൽ 180 പറയും. ഇതിനെ നമ്മൾ പറയുന്നത് കോഇൻറ്റീരിയർ ആംഗിൾസ് എന്നാണ്. കോഇൻറ്റീരിയർ, ആന്തര സഹകോണുകൾ. എന്താ പറയുക, ആന്തര സഹകോൺ, കോഇൻറ്റീരിയർ ആംഗിൾസ്. അപ്പോൾ ഈ കോഇൻറ്റീരിയർ ആംഗിൾസ് എന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ 180 ആയിരിക്കും. അപ്പോൾ ഇവിടെ 50 ആണെങ്കിൽ ഇത് എത്ര ഇക്കാരം വരിക, 130. രണ്ടും കൂടി കൂട്ടിയാൽ 180 ആവണ്ടേ. അപ്പോൾ ഇതിവിടെ എഴുതാം നമുക്ക് അല്ലേ. കോൺ SPQ അങ്ങനെ പറയാം അല്ലേ. SPQ സമം 50 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ therefore കോൺ PSR ഈക്വൽ ടു 180 - 50 സമം 130. അപ്പോൾ അതിവിടെ എന്ത് ചെയ്യുക, നിങ്ങൾ പെൻസിലിട്ടൊക്കെ വൃത്തിയായിട്ട് അത് എഴുതി കൊടുക്കുക, 130. ഇനി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതും അതുപോലെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഇത് 110 ആണെങ്കിൽ ഇവിടെ എത്ര വരിക, 70 ഡിഗ്രി. അങ്ങനെ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ഉള്ളിലുള്ള കോണിൻ്റെ തുക, ഇത് ചതുർഭുജല്ലേ, അപ്പോൾ എത്ര വരിക, 360 അപ്പോൾ 360 നിന്ന് ഇത് 3 കൂട്ടിയിട്ട് കുറക്കും ചെയ്യാം. അപ്പോൾ നമുക്ക് തൽക്കാലം ഈ രൂപത്തിൽ സമാന്തര വരകളാവുമ്പോൾ ഇവിടെയുള്ള രണ്ട് കോണുകൾ എന്തായിരിക്കും, കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടും, 180 കിട്ടും എന്നുള്ള അർത്ഥത്തിൽ ചെയ്യാം അല്ലേ. ഇപ്പോൾ ഇവിടെ 110 ആണല്ലോ തന്നിട്ടുള്ളത്. ഇപ്പോൾ കോൺ ഇതിൻ്റെ പേരെന്താ വരിക, SRQ എന്ന് പറയും അല്ലേ. SRQ സമം 110 ഡിഗ്രി അല്ലേ. ആയാൽ വേണമെങ്കിൽ അങ്ങനെ എഴുതാം, ഈഫ് എന്ന് വെച്ച് എഴുതാം നിങ്ങൾക്ക്. therefore കോൺ RQP 180 മൈനസ് അല്ലേ, 180 മൈനസ് 110 ഡിഗ്രി, അതായത് 70 ഡിഗ്രി കിട്ടി അല്ലേ. ഇപ്പോൾ നമുക്കിത് എന്ത് എഴുതാം, 70 ഡിഗ്രി എന്ന് എഴുതാം. ഇത് മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടണം, 360 കിട്ടണം. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 130ഉം 70ഉം കൂട്ടിയാൽ 130 70ഉം കൂട്ടിയാൽ എത്രയാണ്, 200 അല്ലേ. ഇനി 150ഉം 50ഉം എന്ന് പറഞ്ഞാൽ 160. അപ്പോൾ 160ഉം നേരത്തെ പറഞ്ഞ 200 200ഉം കൂട്ടിക്കഴിഞ്ഞാൽ 360. കറക്റ്റ് അല്ലേ. അപ്പോൾ നമ്മൾ എഴുതിയൊക്കെ ശരിയാണ് അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് ഇന്നർ ആംഗിളാണ്. ഇനി ഔട്ടർ ആംഗിൾ കണ്ടുപിടിക്കണം. ഓരോന്നിൻ്റെയും ഔട്ടർ ആംഗിൾ എത്രയാണെന്ന് പറയാം അല്ലേ. പുറം കോണുകൾ ഏതൊക്കെയാണ് പുറം കോണ്? ഇവിടെ 130 ആണെങ്കിൽ ഇവിടെ എത്ര വരിക, 130 ആണെന്നുണ്ടെങ്കിൽ
നമ്മൾ പഠിച്ചിട്ടുണ്ട് പുറം കോണുകളും അകക്കോണും കൂട്ടിക്കഴിഞ്ഞാൽ 180 പറഞ്ഞല്ലേ. അപ്പോൾ ഒന്നാമത്തെ പുറം കോണം എന്ന് പറഞ്ഞാൽ 180 മൈനസ് 130 ഈക്വൽ ടു 50 ഡിഗ്രി. ഇപ്പോൾ ഇത് 50 ഡിഗ്രി. അടുത്തതിൻ്റെ പുറം കോണം ഇവിടെയാണ്. ഇത് 50 ആണെങ്കിൽ ഇവിടെ എത്രയും കാര്യം 130 വരും അല്ലേ. രണ്ടാമത്തെ പുറം കോണം എന്ന് പറഞ്ഞാൽ 180 മൈനസ് 50 ഈക്വൽ ടു 130. മൂന്നാമത്തെ പുറം കോണം ഇവിടെ 110 ആണെങ്കിൽ ഇവിടെ എത്ര വരിക 70 വരും അല്ലേ. അപ്പോൾ 180 മൈനസ് 110 എന്ന് പറഞ്ഞാൽ 70. നാലാമത്തെ പുറം കോണം എന്ന് പറഞ്ഞാൽ അപ്പോൾ എത്ര 180 മൈനസ് 70 അല്ലേ ഈക്വൽ ടു എത്രയാണ് 110. കിട്ടിയ അപ്പം എല്ലാത്തിൻ്റെയും അകക്കോണും പുറക്കോണും നമ്മൾ എഴുതിയില്ലേ അല്ലേ. ഓക്കെ. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇൻ എ പോളിഗൺ വിത്ത് ഓൾ ആംഗിൾസ് ഈക്വൽ. ഇൻ എ പോളിഗൺ വിത്ത് ഓൾ ആംഗിൾസ് ഈക്വൽ വൺ ഔട്ടർ ആംഗിൾ ഈസ് ട്വൈസ് ആൻ ഇന്നർ ആംഗിൾ. ഒരു ബഹുഭുജത്തിൻ്റെ എല്ലാ കോണുകളും തുല്യമാണ്. എല്ലാ കോണും തുല്യമാണ് കേട്ടോ. ഒരു പുറംകോൺ അതിൻ്റെ ഉള്ളിലുള്ള കോണിൻ്റെ 2 മടങ്ങാണ്. ഒരു പുറംകോൺ അതിൻ്റെ ഉള്ളിലുള്ള അതായത് ഉൾക്കോണിൻ്റെ 2 മടങ്ങാണെന്ന് പറയും. ഇവിടെ നമുക്ക് ഏതാണ് ബഹുഭുജം എന്നറിയോ ഇല്ല അല്ലേ. പോളിഗൺസ് എത്ര വശം ഉണ്ടെന്നറിയോ ഇല്ല. അതൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഞാൻ ഒരു ബഹുഭുജത്തിൻ്റെ ചെറിയൊരു ഭാഗം വരയ്ക്കുകയാണ് ഇവിടെ. ഇങ്ങനെ ചെറിയൊരു ഭാഗം കേട്ടോ. ഒരു കോണ് ഇവിടെ നിന്നുണ്ട്. ബഹുഭുജത്തിൻ്റെ വശങ്ങളൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. എത്രയെന്ന് നമുക്കറിയില്ല. കിട്ടിയോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഉള്ളിലുള്ള കോണെന്ന് പറഞ്ഞാൽ. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ പുറത്തുള്ള കോൺ പറഞ്ഞാൽ ഇത് ഇങ്ങോട്ട് നീട്ടി വരയ്ക്കുന്ന കോണല്ലേ അത് പുറത്തുള്ള കോണ്. ശരിയല്ലേ. നിങ്ങൾക്ക് ഐഡിയ കിട്ടിയോ. ഞാൻ വരച്ചിട്ടുള്ളത് ഇപ്പോൾ ഇതാണ്. ഇപ്പോൾ ഒരു ബഹുഭുജം ഉണ്ടെന്ന് വിചാരിക്കുക. വശങ്ങളുടെ എണ്ണം അറിയാത്തത് കൊണ്ടാണ് നമ്മളത് വരക്കാത്തത്. ഇതിൻ്റെ ഒരു കോണാണ് ഇപ്പോൾ ഞാനിവിടെ വരച്ചിട്ടുള്ളത്. കിട്ടിയോ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പുറംകോണെന്ന് പറഞ്ഞാൽ ആ വശം നീട്ടി വരയ്ക്കുമ്പോൾ അവിടെ കിട്ടുന്നതിനാണ് നമ്മളെന്ത് പറയാം പുറംകോണെന്ന് പറയാം. അപ്പോൾ ഈ ഒരു ഭാഗമാണ് ഇപ്പോൾ ഇവിടെ വരച്ചിട്ടുള്ളതെന്ന് വിചാരിക്കുക. ഇനി ഇതിലെന്താ പറഞ്ഞത് തുല്യമാണ്. ഒരു പുറംകോൺ അതിൻ്റെ ഉള്ളിലുള്ള കോണിൻ്റെ 2 മടങ്ങാണ്. ഒരു പുറംകോൺ അതിൻ്റെ ഉള്ളിലുള്ള ഉള്ളിലുള്ള കോണിൻ്റെ 2 മടങ്ങാണ്. അപ്പോൾ ഉള്ളിലുള്ള കോൺ എക്സ് എന്ന് എടുത്താൽ ഇവിടെ എന്തായിട്ട് മാറും 2x എന്നായിട്ട്. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. കിട്ടിയോ. ഐഡിയ കിട്ടിയോ നിങ്ങൾക്ക്. അപ്പോൾ നമുക്കിവിടെ എന്താ എഴുതാം ഒരു പുറംകോൺ നോക്കൂ വൺ ഔട്ടർ ആംഗിൾ ഇതാണ് ഔട്ടർ ആംഗിൾ ഈസ് ട്വൈസ് ആൻഡ് ഇന്നർ ആംഗിൾ. ഇന്നർ ആംഗിളിൻ്റെ ഇരട്ടിയാണ്. അപ്പോൾ നമുക്ക് ഇന്നർ ആംഗിൾ പുറംകോണല്ല ഇന്നർ ആംഗിൾ എന്ന് പറഞ്ഞാൽ അകക്കോൺ അല്ലേ. അതായത് കോൺ എഴുതിയാൽ മതി. അകക്കോൺ എന്ന് പറയും അല്ലേ. ഈക്വൽ ടു എക്സ് എന്ന് എടുത്താൽ നമുക്ക് അറിയാത്തത് കൊണ്ടാണ് കേട്ടോ നമ്മളിങ്ങനെ എടുക്കുന്നത്. നമ്മളോടൊന്നും പറഞ്ഞിട്ടില്ല ഇത് ഇന്നതാണ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്ക് അവിടെ എക്സ് എന്ന് എടുക്കുകയാണ്. അപ്പോൾ ഇന്നർ ആംഗിൾ അകക്കോൺ എക്സ് ആണെന്നുണ്ടെങ്കിൽ പുറംകോൺ എന്താണ് അതായത് ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ ഇരട്ടിയാണെന്നാണ് പറഞ്ഞത് അല്ലേ. പുറംകോൺ അതിൻ്റെ ഉള്ളിലുള്ള കോണിൻ്റെ 2 മടങ്ങാണ്. അപ്പോൾ 2 മടങ്ങ് എന്ന് പറഞ്ഞാൽ ട്വൈസ് ഇരട്ടി ഡബിൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി എന്താ നമുക്കറിയാം ഈ 2 കോണും കൂട്ടിയാൽ എത്ര കിട്ടുക 180 കിട്ടുക അല്ലേ. അപ്പോൾ നമുക്ക് എന്താ എഴുതാം എക്സ് കൂട്ടണം 2x എന്ന് പറഞ്ഞാൽ എത്രയാണ് 180 എഴുതാം. അപ്പോൾ എക്സും 2x കൂട്ടിയാൽ 3x അല്ലേ. അപ്പോൾ 3x സമം എന്താ എഴുതാം 180 എന്ന് എഴുതാം. ഇനി ഇതിൽ നിങ്ങൾക്ക് എക്സ് കണ്ടുപിടിച്ചൂടെ. അപ്പോൾ എക്സ് സമം എന്താ വരിക 180 ഹരിക്കണം 3 എന്ന് വരും അല്ലേ. ഇപ്പം എത്ര ഉത്തരം വരുന്നത് 60 എന്ന് വരും. അപ്പോൾ എക്സിൻ്റെ വില 60. എക്സ് എന്ന് പറഞ്ഞാൽ എന്താ ഇന്നർ ആംഗിൾ ആണ് പുറംകോണാണ്. അപ്പോൾ ഒരു പുറംകോൺ എന്ന് പറയുന്നത് 60ഉം അകക്കോൺ എന്ന് പറയുന്നത് 60ഉം അതുപോലെ പുറംകോൺ ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് 2x എന്ന് പറഞ്ഞാൽ എത്രയാണ് 2 × 60 എത്രയാണ് 120 ആവും അല്ലേ. അപ്പോൾ കോണുകൾ എത്ര വരിക 60 അതുപോലെ 120 വരിക. ഇവിടെ 60ഉം ഇത് എത്രയാണ് വരുന്നത് 120. അപ്പോൾ ഇതിലുള്ള ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നമ്മളിപ്പോൾ എഴുതിയത്. ഹൗ മച്ച് ഈസ് ഈച്ച് ഓഫ് ഇറ്റ്സ് ആംഗിൾ. അതിൻ്റെ ഓരോ കോൺ എത്രയാണെന്നുള്ള ഇത്. അപ്പോൾ നമ്മളിവിടെ എഴുതി അല്ലേ. എക്സ് എന്ന് പറഞ്ഞത് എക്സ് നമുക്ക് കിട്ടിയത് 60ഉം അതുപോലെ തന്നെ പുറംകോൺ എന്ന് പറയുന്നത് 120. കോണ് അങ്ങോട്ടും ഇങ്ങോട്ടും വലുപ്പത്തിൽ മാറ്റം നമ്മൾ ചിത്രം വരച്ചു കൊടുത്തിട്ടുണ്ട്. കുഴപ്പമില്ല നിങ്ങൾ റഫായിട്ട് വരച്ചാൽ മതി. പിന്നെ പറയുന്ന ഹൗ മെനി സൈഡ്സ് ഡസ് ഇറ്റ്സ് ഹാവ്. അതിന് എത്ര വശങ്ങളുണ്ട് എന്നാണ് ചോദ്യം.
രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് അതിന് എത്ര വശങ്ങളുണ്ട്, എത്ര വശങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു പുറംകോണ് കിട്ടിയത് എത്രയാണ്? പുറംകോണ് കിട്ടിയത് 120 അല്ലേ അല്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 360. പുറംകോണുകളുടെ തുക എന്ന് പറയുന്നത് 360 ആണ്. 360 ഹരിക്കണം ഒരു കോണ് 120 അല്ലേ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 360 ഹരിക്കണം 120 എന്ന് പറഞ്ഞാൽ എത്രയാണ്? എത്ര ഉത്തരം കിട്ടുക? 36 ഹരിക്കണം 2 എന്ന് പറഞ്ഞാൽ 12 എന്ന് പറഞ്ഞാൽ 3 ആണ് അല്ലേ? അപ്പോൾ എത്ര വരിക? 3 എന്ന് ഉത്തരം കിട്ടും. അപ്പം 3 വശങ്ങളാണ് അതിനുള്ളത്. 3 വശങ്ങളെന്ന് പറയുമ്പോൾ അത് ഏതായിട്ട് മാറും? ത്രികോണാണ് അല്ലേ? ത്രികോണത്തിനല്ലേ, ട്രയാങ്കിളിനല്ലേ 3 സൈഡുള്ളത്. കിട്ടിയോ? അതിൽ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് സം ഓഫ് ദ ഔട്ടർ ആംഗിൾസ് ഓഫ് എ പോളിഗൺ ഈസ് ട്വൈസ് ദ സം ഓഫ് ദ ഇന്നർ ആംഗിൾ. ഹൗ മെനി സൈഡ് ഡസ് ഇറ്റ് ഹാവ്? വാട്ട് if the sum of outer angles is half the sum of inner angle and if the sum are equal. ഒരു ബഹുഭുജത്തിൻ്റെ പുറംകോണുകളുടെ തുക അകക്കോണുകളുടെ തുക 2 മടങ്ങായാൽ വശങ്ങളുടെ എണ്ണം എത്ര എന്നാണ് ചോദ്യം. പുറംകോണുകളുടെ തുക അകക്കോണുകളുടെ തുകയുടെ 2 മടങ്ങായാൽ. സാധാരണ പുറംകോണുകളുടെ തുക എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? 360 ആയിരിക്കും അല്ലേ? അതായത് സം ഓഫ് ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് ആൻസർ എഴുതാൻ പോവാണ്. അപ്പോൾ നമുക്ക് സം ഓഫ് ഔട്ടർ ആംഗിൾ എത്രയാണ്? 360. അതായത് പുറംകോണുകളുടെ തുകയാണ്. പുറംകോണുകളുടെ തുക എന്ന് പറയുന്നത് 360 ആണ്. ഇനി എന്താ പറയുന്നത്? ഒരു ബഹുഭുജത്തിൻ്റെ പുറംകോണുകളുടെ തുക അകക്കോണുകളുടെ തുകയുടെ 2 മടങ്ങായ. പുറംകോണുകളുടെ തുക 360 ആണ്. ഇത് അകക്കോണുകളുടെ തുകയുടെ 2 മടങ്ങ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരത്തിൽ, അതായത് ഇതിൽ ഒന്നാമത്തെ കാര്യം പറയുന്ന അകക്കോണുകളുടെ തുക എന്തായിരിക്കും? സം ഓഫ് ഇന്നർ ആംഗിൾ എന്ന് പറയും അല്ലേ? എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? ഇവിടെ എന്താ പറയുന്നത്? ബഹുഭുജത്തിൻ്റെ പുറംകോണുകളുടെ തുക അകക്കോണുകളുടെ തുകയുടെ 2 മടങ്ങായ. അകക്കോണുകളുടെ തുകയുടെ 2 മടങ്ങാണ് പുറംകോണുകളുടെ തുക എന്നത്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും വരെ? 180. 180ൻ്റെ 2 മടങ്ങല്ലേ 360 എന്ന് പറഞ്ഞാൽ അല്ലേ? ഒന്നാമത്തെ സെക്ഷൻ ഓക്കെയാണ്. ഇനി രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ വശങ്ങളുടെ എണ്ണം എന്തായിരിക്കും? അതും കൂടി നമുക്ക് ഇതിൽ എഴുതി കൊടുക്കണം. വശങ്ങളുടെ എണ്ണം, ഉള്ളിലുള്ള കോണുകളുടെ തുക 180 ആണ്. അപ്പോൾ വശങ്ങളുടെ എണ്ണം എന്താ? 3 അല്ലേ? 180 ആകുമ്പോൾ 3 ആണ്. അതായത് നമ്പർ ഓഫ് സൈഡ് ഈക്വൽ ടു 3 എന്ന് എഴുതാം അല്ലേ? എൻ്റെ സെക്കൻഡ് എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ഈസ് ദ സം ഓഫ് ഔട്ടർ ആംഗിൾ ഈസ് ഹാഫ് ദ സം ഓഫ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? പുറംകോണുകളുടെ തുക അകക്കോണുകളുടെ തുകയുടെ പകുതി ആയാലോ? പുറംകോണുകളുടെ തുക അകക്കോണുകളുടെ തുകയുടെ പകുതി ആയാലോ എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ വരുന്ന അകക്കോണുകളുടെ തുക എന്ന് പറയുന്നത് എന്തായിരിക്കും? അതായത് സം ഓഫ് ഇന്നർ ആംഗിൾസ് എന്ന് പറയും. ഇവിടെ എന്താ പറയുന്നത്? പുറംകോണുകളുടെ തുക അകക്കോണുകളുടെ തുകയുടെ പകുതി ആയാലോ? പുറംകോണുകളുടെ തുക എത്രയാണ്? 360 ആണ്. അത് അകക്കോണുകളുടെ തുകയുടെ പകുതി. അപ്പോൾ 360 എന്ന് പറയുന്നത് പകുതിയാണ്. എന്തിൻ്റെ പകുതിയാണ്? ഉള്ളിലുള്ള കോണിൻ്റെ തുകയുടെ പകുതി. അപ്പോൾ 360 ആരുടെ പകുതിയാണ്? 720ൻ്റെ പകുതിയാണ് അല്ലേ? അപ്പോൾ 720ൻ്റെ പകുതിയാണ് എന്തെന്ന് പറയുന്നത്? 360 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 720 എന്ന് പറയുന്ന അകക്കോണുകളുടെ തുകയായിട്ട് വരുന്ന ഏതാണ്? 5 വശങ്ങളുള്ള പഞ്ചഭുജമാണ് അല്ലേ? അപ്പോൾ വശങ്ങളുടെ എണ്ണം, നമ്പർ ഓഫ് സൈഡ്, നമ്പർ ഓഫ് സൈഡ് ഈക്വൽ ടു 5 എന്ന് എഴുതാം. കിട്ടിയോ? അടുത്തത് മൂന്നാമത്തത് എന്താണ്? തുല്യമായാലോ എന്ന് പറയും. അതായത് അകക്കോണുകളുടെ തുകയും പുറക്കോണുകളുടെ തുകയും തുല്യമാവുക. അപ്പോൾ രണ്ടും എന്താവണം? 360 ആവണം അല്ലേ? അകക്കോണുകളുടെ തുകയും എന്താവണം? 360 ആവണം.
അതേതാ വരുന്നത്? ചതുർഭുജം അല്ലേ? ഏതാ വരുന്നത്? ചതുർഭുജം. ചതുർഭുജത്തിൻ്റെ അകക്കോണുകളുടെ തുകയും പുറം കോണുകളുടെ തുകയും തന്നെയാണ് 360 തന്നെയാണ് കേട്ടോ. അപ്പോൾ വശങ്ങളുടെ എണ്ണം എത്ര ഇക്കാരം വരിക? 4 അല്ലേ? അതായത് നമ്പർ ഓഫ് സൈഡ് എന്ന് പറയുന്നത് 4 ആയിട്ട് വരും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഒരു സെക്ഷൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഉള്ളത് നമുക്ക് സമബഹുഭുജം എന്ന് പറയും, അതായത് റെഗുലർ പോളിഗൺസ് എന്ന് പറയും. അപ്പോൾ അതോടുകൂടി ആ ചാപ്റ്റർ കഴിയും. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ